എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. എൻ്റെ ആർത്തവം കൃത്യമല്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സാധാരണ 28-30 ദിവസം കൂടുമ്പോൾ ആർത്തവം വരുന്ന ഒരാൾക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 14-ാമത്തെയോ 16-ാമത്തെയോ ദിവസം ഓവുലേഷൻ വരുമെന്ന്. എൻ്റെ ആർത്തവം തീരെയും ക്രമമായിട്ടല്ല വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് ഒരുപാട് പേരുടെ സംശയം. നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് PCOS, തൈറോയിഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ മറ്റേ പ്രശ്നം, മറിച്ച പ്രശ്നം എന്നുകൊണ്ട് ആർത്തവം ക്രമമായിട്ടൊന്നും അല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ആ ഡേറ്റ് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ. എന്നാൽ കുറച്ച് വഴികളുണ്ട്. ഈ വഴികളിലൂടെ നമുക്ക് കുറേയെങ്കിലുമൊക്കെ ഒരു ധാരണ കിട്ടും എപ്പോഴാണ് ഓവുലേഷൻ നടക്കാൻ പോകുന്നത് എന്ന്. ഒന്നാമത് ബേസൽ ബോഡി ടെമ്പറേച്ചർ. ബേസൽ ബോഡി ടെമ്പറേച്ചർ ഒരു സ്പെഷ്യൽ തെർമോമീറ്റർ വെച്ചാണ് നോക്കുന്നത്. രാവിലെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ്, വെള്ളം പോലും കുടിക്കുന്നതിന് മുമ്പാണ് നോക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയിലുള്ള കുറച്ചൊരു വ്യത്യാസം, അല്ലെങ്കിൽ AC റൂമിലൊക്കെയാണ് ഇരിക്കുന്നത്, അതല്ലെങ്കിൽ നമുക്ക് വല്ല പനിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നമ്മൾ നേരെ ചൊവ്വേ ടെമ്പറേച്ചർ എടുത്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാണിക്കുന്ന റീഡിംഗ് കൃത്യമായി കൊള്ളണമെന്നില്ല. അത് കാരണം അതിന് മാത്രം നമുക്ക് ആശ്രയിച്ച് ഓവുലേഷൻ കണക്കാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഓവുലേഷൻ കിറ്റ്, LH സർജ് മെഷർ ചെയ്യുന്ന ഓവുലേഷൻ കിറ്റ്. ഈ ഓവുലേഷൻ കിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധിവരെ ഈ LH സർജ് എപ്പോഴാണ് നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് നമ്മൾ LH സർജ് അത് നടന്നു എന്ന് ആ കിറ്റിൽ പോസിറ്റീവായിട്ട് ആ ലൈൻസ് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്തായാലും ഒരു 36 മണിക്കൂറിനകം ഓവുലേഷൻ നടക്കും എന്നതാണ് സാധാരണഗതിയിൽ. എന്നാൽ ഈ 36 മണിക്കൂറിനകം വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണം, നമുക്ക് വേറെ എന്തെങ്കിലും ടെൻഷൻ വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ എന്തെങ്കിലുമൊക്കെ കാരണം ചിലപ്പോൾ ഓവുലേഷൻ നടക്കാതിരിക്കാനും മതി. വളരെ അപൂർവമായിട്ട് ലൂട്ടിനൈസ്ഡ് അൺറപ്ചേർഡ് ഫോളിക്കിൾ സിൻഡ്രോം എന്ന ആ ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്യും. അതായത് നമുക്ക് LH സർജൊക്കെ വരും, എന്നാൽ ഈ ഫോളിക്കിൾ പൊട്ടി അണ്ടം പുറത്തേക്ക് അങ്ങ് നിക്ഷേപിക്കപ്പെടില്ല. മനസ്സിലായില്ലേ? അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ LH സർജ് നോക്കുന്ന ഈ ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓവുലേഷൻ്റെ ഏകദേശം ഒരു സമയം കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് സെർവൈക്കൽ മ്യൂക്കസ് അസസ്മെൻറ്റ്. അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗമായ സെർവിക്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദ്രാവകമുണ്ടല്ലോ, സെർവൈക്കൽ മ്യൂക്കസ്. സെർവൈക്കൽ മ്യൂക്കസ് ആർത്തവ ചക്രത്തിൽ ഉടനീളമായി നമ്മുടെ ഹോർമോൺസിൻ്റെ അളവിൽ വരുന്ന വ്യതിയാനങ്ങളനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഈ സെർവൈക്കൽ മ്യൂക്കസ് നമ്മൾ ഈ മെൻസസിൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട്, അതായത് ബ്ലീഡിങ് കഴിഞ്ഞ് ആ ദിവസം മുതൽ അങ്ങോട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് ഓരോ ദിവസവും എങ്ങനെയാണ് എന്ന് നോക്കി നമ്മൾ ഒരു ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ഇങ്ങനെ ഒരു കോളമോ ഒരു ടാബോ അങ്ങനെ എന്തെങ്കിലും വരച്ച് അതിൽ ചാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേശ്ശെ വന്നു, പിന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് വന്നു, കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ട് വന്നു, കുറച്ച് സ്ട്രെച്ച് ചെയ്യാൻ പറ്റി, നല്ല എഗ് വൈറ്റായിട്ട് നന്നായി സ്ട്രെച്ച് ചെയ്യാൻ പറ്റി. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ തന്നെ 2-3 മാസം നമ്മൾ നോക്കിയാലേ പഠിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഈ സെർവൈക്കൽ മ്യൂക്കസ് എഗ് വൈറ്റായി നല്ല സ്ട്രെച്ചബിളായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ എന്തായാലും അടുത്തു എന്നാണ്. ഇങ്ങനെ എഗ് വൈറ്റ് സെർവൈക്കൽ മ്യൂക്കസ് ഏകദേശം ഒരു 12 മുതൽ 36 മണിക്കൂർ വരെ ഉണ്ടാകുകയുള്ളൂ. മിക്കവാറും 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോകും. പിന്നീട് വീണ്ടും തിക്ക് മ്യൂക്കസ് ആകും. എന്നാൽ ഇവിടെയും ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സെർവൈക്കൽ മ്യൂക്കസ് ഓവുലേഷൻ നടന്നാൽ പോലും സെർവൈക്കൽ മ്യൂക്കസ് ചിലപ്പോൾ നന്നായി കണ്ടുകൊള്ളുന്നില്ല. അതിന് പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ വജൈനൽ ഡൗഷോ വജൈനൽ വാഷോ ഉപയോഗിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അലർജിക്കും തുമ്മലിനും ഒക്കെ കഴിക്കുന്ന മരുന്നുണ്ടല്ലോ, ഗുളികയുണ്ടല്ലോ, ചൊറിച്ചിലിനും അതിനൊക്കെ കഴിക്കുന്ന ഗുളികയുണ്ടല്ലോ, കോൾഡിനൊക്കെ, അതൊക്കെ കഴിക്കുമ്പോൾ അവിടത്തെയൊക്കെ ആ മ്യൂക്കസൊക്കെ ഡ്രൈഡപ്പ് ആകുന്ന പോലെ താഴത്തെ മ്യൂക്കസും ഡ്രൈഡപ്പ് ആകും. വെള്ളം അധികം കുടിച്ചില്ലെങ്കിൽ, ചില മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ. ഇങ്ങനെ ഈ സെർവൈക്കൽ മ്യൂക്കസിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ അടുത്ത് ഞാനൊരു പണ്ടിട്ട വീഡിയോ പൊടി തപ്പി വീണ്ടും റീഅപ്ലോഡ് ഈ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കുക. സെർവൈക്കൽ മ്യൂക്കസ് എങ്ങനെയാണ് ചാർട്ട് ചെയ്യേണ്ടതെന്നും പഠിക്കുക. ഇങ്ങനെ ഇറഗുലറായിട്ട് പീരിയഡ്സ് ആയിട്ടുള്ളവർ സെർവൈക്കൽ മ്യൂക്കസ്
അതേപോലെ ഓവുലേഷൻ കിറ്റ്, ബേസൽ ബോഡി ടെമ്പറേച്ചർ, ഈ 3 മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് ഓവുലേഷൻ അടുക്കാറായോ ഓവുലേഷൻ അടുത്തോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും നല്ലത് ഈ സർവൈക്കൽ മ്യൂക്കസും അതേപോലെ ഓവുലേഷൻ കിറ്റും രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ്. 4മതൊരു മാർഗ്ഗമുണ്ട്. അതെന്താണ്? ഫോളിക്കുലർ സ്റ്റഡി. അതായത് നമ്മൾ മെൻസസ് ആയി ഒരു 9ാമത്തെ ദിവസം മുതൽ 1 ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ പോയി സ്കാൻ ചെയ്ത് ഈ ഫോളിക്കിൾസ് എത്രത്തോളം വലുതായി എൻഡോമെട്രിയം എത്രത്തോളം തിക്കണ്ടായി എല്ലാം നോക്കി അവസാനം ഒരു 18-19 മില്ലിമീറ്ററൊക്കെ ആകുമ്പോൾ ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് കരുതി ഒന്നുകിൽ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുക, അതല്ലെങ്കിൽ ഇഞ്ചക്ഷനൊന്നും ഇല്ലാണ്ട് അന്നോ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം വീണ്ടും പോയി നോക്കുക അത് പൊട്ടിയോ ഓവുലേഷൻ നടന്നോ എന്നൊക്കെ. മനസ്സിലായില്ലേ? എന്നാൽ ഈ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് ചിലവ്, രണ്ടാമത് എത്ര പ്രാവശ്യം ആശുപത്രി കയറി ഇറങ്ങണം അല്ലേ, എത്ര പ്രാവശ്യം ലീവ് എടുക്കണം, എത്ര പ്രാവശ്യം ആശുപത്രി കയറി ഇറങ്ങണം, അതിൻ്റെ ഒരു മെനക്കേട്, ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ക്രമം തെറ്റി ആർത്തവം വരുന്നവർക്ക് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ. പിന്നെ അവസാനത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് എന്ത് കാരണമാണ് ഈ ക്രമം തെറ്റി ആർത്തവം വരുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ കാരണം കറക്റ്റ് ചെയ്ത് ആർത്തവം ക്രമമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അങ്ങനെയാകുമ്പോൾ പിന്നീട് നമുക്ക് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഓവുലേഷനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ, അതേപോലെ ഗർഭധാരണം മെൻസസ് വരുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ എല്ലാം നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഗർഭധാരണം നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളെ എല്ലാം ഒരുവിധമെങ്കിലും മാറിക്കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിർത്തിയിട്ട് ഞാൻ ഒരു ചെറിയ ലൈവ് സെഷൻ കൂടി സമയം കിട്ടിയാൽ പ്രത്യേകമായിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യാം. Q&A, നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സൺഡേസ് മാത്രം. അതല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാവരും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എനിക്കങ്ങ് മുഷിച്ചലാവുകയാണ്. ഈ കാണുന്ന ബാക്കി പലർക്കും, സ്ഥിരമായി കാണുന്നവർക്കും മുഷിച്ചൽ വരികയാണ്. റൈറ്റ്? കേട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് പ്ലേലിസ്റ്റ് തപ്പി നോക്കുക. ഓക്കെ? നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ബാക്കി എല്ലാ ഘടകങ്ങളും അനുകൂലമാണെങ്കിലും ഈ സർവൈക്കൽ മ്യൂക്കസ് പലവിധ കാരണങ്ങളാൽ അനുകൂലമല്ലെങ്കിൽ സ്വാഭാവിക ഗർഭധാരണം നടക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എങ്ങനെയാണ് സർവൈക്കൽ മ്യൂക്കസ് അനുകൂലമല്ലാതെ ആകുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ മിക്കവയും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2. സെർവിക്സിന്റെ ഭാഗത്ത് വരുന്ന വിവിധ പ്രശ്നങ്ങൾ. ഉദാഹരണം, സെർവിക്സിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ. ക്ലോമിഫിൻ സിട്രേറ്റ് എന്ന മരുന്ന് കഴിക്കുമ്പോൾ ക്ലോമിഫിൻ സിട്രേറ്റ് ഈ ഫോളിക്കിൾസ് വളർന്നു വരാനും അതുപോലെ ഓവുലേഷൻ നടക്കുവാനും എല്ലാമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ക്ലോമിഫിൻ സിട്രേറ്റിന് ആന്റി ഈസ്ട്രജനിക് പ്രോപ്പർട്ടിയും ഉണ്ട്. അതിനാൽ തന്നെ ഓവുലേഷനോട് അടുപ്പിച്ച് സർവൈക്കൽ മ്യൂക്കസിന്റെ അളവും രൂപഘടനയും എല്ലാം അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ അമിത വണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വണ്ണം വളരെ കുറവാണെങ്കിലോ. 15. ആന്റി സ്പേം ആന്റിബോഡീസ്. കൃത്യമായി മെൻസസ് വരാത്തവർക്ക് ഈ ഫോളിക്കുലർ സ്റ്റഡി കുറച്ചുകൂടി കൂടുതൽ ദിവസങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. കാരണം ഈ ഫോളിക്കിൾ നമ്മൾ വിചാരിച്ചത്ര പെട്ടെന്ന് വലുതാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ പുറമേ നമ്മൾ വേറെയും കുറച്ച് ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരിക. കുറച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് മോണിറ്ററിങ് നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പേഷ്യൻസിനും ബുദ്ധിമുട്ട് വരിക. കൂടുതൽ പ്രാവശ്യം സ്കാനിങ്ങിന് പോകേണ്ടി വരും, കൂടുതൽ പ്രാവശ്യം ലീവ് എടുക്കേണ്ടി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ? 1 മാസം നടക്കുന്ന ഫോളിക്കുലർ സ്റ്റഡി